എത്ര തവണ വഞ്ചിക്കപ്പെട്ടു എന്നതിന് അത്ര തവണ തന്നെ വീണ്ടും വിശ്വസിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിന് മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് കള്ളമാണ്. ചില വേദനകൾ, ചില വേർപാടുകൾ, ചില അപമാനങ്ങൾ, ചില ഒഴിവാക്കലുകൾ മറന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ. മരിക്കുന്നതുവരെ അതങ്ങനെ മനസ്സിൽ നീറി നീറി കഴിയും. തനിച്ചാവും എന്ന ഭയത്താൽ സ്നേഹം യാചിച്ച് വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്ന ഒരു കൂട്ട് അസാധ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചാണ്. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിൻ്റെ ലക്ഷണമല്ല, മറിച്ച് അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ്. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വയ്ക്കുന്നതിന് തുല്യമാണ്. ഏത് സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാവും. അവരോട് പ്രതികരിക്കാൻ ശ്രമിക്കരുത്. അതൊരു മനോരോഗമാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഒരു വിളക്കിൽ നിന്നും 1000 ദീപങ്ങൾ കൊളുത്തിയാലും വിളക്കിൻ്റെ പ്രകാശം ഒട്ടും തന്നെ കുറയുന്നില്ല. അതുപോലെ തന്നെ സ്നേഹവും അറിവും എത്ര പങ്കുവച്ചാലും തീരുന്നില്ല. സ്വപ്നങ്ങൾ കാണണം, ആഗ്രഹങ്ങൾ ഉണ്ടാകണം, ഒപ്പം ഉള്ളിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സും വേണം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക. സ്വയം പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ആരംഭിക്കാൻ നിങ്ങൾ മികച്ചവർ ആകണമെന്നില്ല. എന്നാൽ ജീവിതത്തിൽ മികച്ചവരാകണമെങ്കിൽ നിങ്ങൾ ആരംഭിച്ചേ മതിയാകൂ. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനു വേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നതും. അതുതന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനവും. ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളെ വിലമതിക്കും. ചിലത് പഠിക്കാനും ചിലത് ഉൾക്കൊള്ളുവാനും ചിലത് തിരിച്ചറിയുവാനും ചില നഷ്ടപ്പെടലുകൾ നല്ലതാണ്. എന്തു വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ചിന്ത മാത്രം മതി മുന്നോട്ട് ജീവിക്കാൻ. ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും. ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല. നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടുന്നു. പക്ഷേ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും നിങ്ങളെ അനുവദിക്കരുത്. ഒരു സ്വപ്നം നിറവേറ്റാൻ സമയം എടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സമയം എന്തായാലും കടന്നുപോകും. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യൻ്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളെപ്പോഴും നിരാശയിലായിരിക്കും. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാല ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല.
ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണ് എന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല.